ഹലോ ഫ്രണ്ട്സ്, മൈ ബറ്റാലിയൻ 16 മറ്റൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യാത്രയല്ല, ഇന്ന് ഞാൻ എൻ്റെ ഒരു ബൈക്ക് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയി. മോഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോൾ പുതിയ വേർഷൻ വന്നിട്ടുണ്ട്. ഡക്കാർ എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. കളറൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വണ്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ യാത്രകൾ ഇനി ബൈക്കിൽ ചെയ്യണം. നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്, ഒരുപാട് സ്ഥലത്ത് നമുക്ക് എത്തിപ്പെടാനുണ്ട്. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ കാറിലൊന്നും ചിലപ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. പിന്നെ ഞാൻ എൻഫീൽഡിലൊരു വണ്ടി പഠിക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് മറ്റേ നമ്മുടെ ഹണ്ടർ. പക്ഷേ അതെല്ലാം നമുക്ക് ഈ സിറ്റി ഡ്രൈവിങ്ങിനും നല്ല റോഡിലും മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കുറച്ച് നമുക്ക് മോശമായ റോഡ് അല്ലെങ്കിൽ കല്ലും അങ്ങനെയുള്ള കുറച്ച് ഗതികെട്ട റോഡുകളുണ്ടല്ലോ, നമ്മുടെ കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ്, അല്ലെങ്കിൽ കുറച്ച് ഹില്ലേരിയ അങ്ങനെയൊക്കെ പോകണമെങ്കിൽ നമുക്ക് കുറച്ച് നല്ല വണ്ടികളാണ്. നല്ല വണ്ടി പറഞ്ഞാൽ കുറച്ച് ഹൈറ്റുള്ള, അടിമുട്ടാത്ത, ഏത് വഴി കൂടെയും കയറിപ്പോകുന്ന വണ്ടി. അതാണ് ഡക്കാറൊക്കെ. ആ ഒരു റാലി ടൈപ്പിൽ ഓടുന്ന വണ്ടികളാണ്. അപ്പോൾ അതെടുക്കാനാണ് പോകുന്നത്. ബുക്കിംഗ് കഴിഞ്ഞു, വണ്ടി ഇന്ന് കിട്ടും. അപ്പോൾ അങ്ങോട്ട് പോവാണ്. പട്ടാമ്പിയാണ് ഞങ്ങളത് ബുക്ക് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് വണ്ടി ഉള്ളത്. ഇവിടെ ഷൊർണൂർ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞ ആ ഡക്കാർ എന്ന പുതിയ മോഡൽ, ആ കളർ ഇവിടെ ഇല്ല. അപ്പോൾ അത് പട്ടാമ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബുക്ക് ചെയ്തു. അപ്പോൾ അങ്ങോട്ട് എടുക്കാൻ പോവുകയാണ്. കാറിൽ എന്തായാലും പോകുന്നില്ല, എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബൈക്കിലും പോകുന്നില്ല, ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വരുമ്പോൾ ഒപ്പം വരാമല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ അവൻ്റെ വണ്ടിയിൽ പോയി അല്ലെങ്കിൽ എൻ്റെ വണ്ടിയിൽ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ വരുമ്പോൾ രണ്ട് വണ്ടിയിലായി ഞങ്ങൾ വരേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് വരാമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ ബസ്സിന് പോയി. അവിടെ നിന്ന് അങ്ങനെ ഓട്ടോ എടുത്ത് പട്ടാമ്പി വരെ ബസ്സിന് പോകണം. പിന്നെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് പോയിട്ട് വണ്ടി എടുത്ത് വരാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, നമുക്കപ്പോൾ പോയിട്ട് അവിടെ ഷോറൂം കാണാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം, വണ്ടികളൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. അങ്ങനെ നമ്മുടെ ചെക്കെന്നാ വരുന്നു. ഇതാണ് ആള്. അതിൻ്റെ വണ്ടി ഉണ്ടോ? അടിപൊളി വണ്ടിയൊക്കെ ആയിട്ട് നടക്കുള്ളൂ. പിന്നെ നമ്മുടെ ബറ്റാലിയൻ അവിടെ നിൽക്കുന്നുണ്ട്. വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഹായ് മച്ചു, നമുക്ക് നടന്നു പോയാലോ? നടന്നു പോവാ. ഹെൽമെറ്റ് ഇട്ടാണ് നടക്കാം അല്ലേ? മഴ പെയ്താൽ നമുക്ക് എവിടെയെങ്കിലും കയറിക്കാം അല്ലേ? റെയിൻകോട്ടൊന്നും കൊണ്ടുപോകണ്ടല്ലോ. നമ്മുടെ ചക്കാണ്ട ഗ്ലാമർ താരാട്ടാ, ഇവിടുത്തെ പുരിയാ. ഓക്കെ, നമുക്ക് അടുത്ത ബസ് കയറിയിട്ട് നമുക്ക് പോകാം. വണ്ടീൻ്റെ ഉള്ളിൽ എന്താ അത് കയ്യിൽ വെക്ക്, നമുക്ക് വേണ്ടേ? ഹെൽമെറ്റ് നമുക്ക് ഉണ്ടോ? ഒന്ന് അവിടെ നിന്ന് കിട്ടുമല്ലോ. ചോടിക്കോ. അങ്ങനെ ഞങ്ങൾ പട്ടാമ്പി എത്തി. പട്ടാമ്പി ഞങ്ങൾ വന്ന ബസ് ഇതാ. അപ്പോൾ ഞങ്ങൾ വന്ന ബസ് പോയി നമുക്ക് ഓട്ടോ വിളിച്ച് പോവാം. അല്ല, നമുക്ക് ഓട്ടോ സ്റ്റാൻഡ് അവിടെ ഉണ്ട്. നമ്മുടെ അവിടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, നമുക്ക് ഓട്ടോ വിളിച്ച് പോവാം. അങ്ങനെ ബസ് ഇറങ്ങി ഞങ്ങളങ്ങനെ ഓട്ടോയിൽ കയറി. ഇവിടുന്ന് പട്ടാമ്പിയിൽ നിന്ന് പെരിന്തൽമണ്ണ റോഡിൽ പോകണം. സ്കൂൾ പടി എന്ന് പറയും, അവിടെയാണ് ഷോറൂം ഉള്ളത്. റോഡിലൊക്കെ സ്കൂൾ വിട്ട തിരക്കാണ്. കുട്ടികളൊക്കെ ഒരുപാട് റോഡിലുണ്ട്. പട്ടാമ്പിയിലെ മീൻ മാർക്കറ്റാണ് ഇത് കേട്ടോ. അത്യാവശ്യം വലിയൊരു മീൻ മാർക്കറ്റാണ്. അങ്ങനെ പട്ടാമ്പിയിൽ നിന്ന് പെരിന്തൽമണ്ണ റോഡിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഓട്ടോ ഇറങ്ങി. ഇതാണ് നമ്മുടെ ഷോറൂം, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഷോറൂം, റൺവേ ഹീറോ പട്ടാമ്പി. ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. റാലിയൊക്കെ ഒരുപാട് വണ്ടിയുണ്ട്. എവിടെ നോക്കിയാലും വണ്ടികളാണ്. നല്ല വലിയൊരു ഷോറൂം കണ്ടത്. നമ്പർ നോക്ക്. ഇതാണ് ഡക്കാർ കേട്ടോ. മുതൽ വൈറ്റ് വണ്ടിയാണ് റാലി. ഓക്കെ, ഒരുപാട് വണ്ടികൾ കണ്ടോ. ഇത് പഴയ എക്സ്പ്രസിൻ്റെ പഴയ വണ്ടി. ഇതാണ് ഹീറോ, മറ്റേ റാലി ടൈപ്പ് വണ്ടി. ഇതാണ് ഈ സെയിം സാധനം തന്നെയാണ് ഈ ഡക്കാർ. അതിൽ പെയിൻറ്റ് വ്യത്യാസം, പിന്നെ ഗ്രാഫിക്സിൻ്റെ വ്യത്യാസം, അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. ഒരുപാട് വണ്ടിയുണ്ട് ഇവിടെ. അതിന് ഈ സൈഡിൽ ഇതാ ഡക്കാർ കുറേ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്, കാണാൻ അടിപൊളി വണ്ടിയല്ലേ. അത്യാവശ്യം വണ്ടി കളക്ഷനുള്ളൊരു ഷോറൂമാണ് ഈ റൺവേ. ഇതാണ് നമ്മുടെ ബ്രോ ഷംസുക്ക. ഹലോ,
അത് പരിചയപ്പെടുത്ത്. അവിടെ ഏത് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്? സെയിൽസിലാണ് നമ്മുടെ ഷംസുക്ക. അപ്പോൾ എന്തെങ്കിലും വണ്ടിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഷംസുഖനെ ബന്ധപ്പെടാം. നമ്പർ ഞാൻ അതിൽ പിന്നീട് കേട്ടോ. ഓക്കെ, നമുക്ക് എൻ്റെ വണ്ടി ഒന്ന് കാണാം ആദ്യം. അങ്ങനെ ഇതാണ് നമ്മുടെ ഡെക്കാർ വന്ന് നിൽക്കുന്നത്. നമ്മുടെ നമ്പർ കണ്ടോ, KL 5160472. ഓക്കെ, നല്ല നമ്പറല്ലേ. വണ്ടിയൊക്കെ കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിലയൊക്കെ ചെയ്യാം. നമുക്ക് വണ്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ഹീറോൻ്റെ ഓക്കെ, എന്താ വില വരുന്നത്? പ്രൈസ് വരികയാണെങ്കിൽ ഇപ്പോൾ 2,20,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നുള്ളൂ. 2,20,000 ഓൺ റോഡ് ഓഫർ ഉണ്ട്. 2,10,000 രൂപയ്ക്ക് നമ്മൾ വണ്ടി ഓൺ റോഡ് കൊടുക്കുന്നുണ്ട്. അതെടുക്കായിരുന്നു കിട്ടാ, ആദ്യം പറഞ്ഞില്ലല്ലോ. പിന്നെ തൊട്ടപ്പുറത്ത് ഇതാ വേറെ അടിപൊളി വണ്ടിയുണ്ട്. എന്താണ് പേര്? 125. ഇത് ബിഗിനേഴ്സിനൊക്കെ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. സ്പ്രിന്റ് EVT എഞ്ചിൻ വന്നിട്ടുണ്ട് നമുക്ക് ഈ വണ്ടിയിൽ. എക്സസൻസ് ടെക്നോളജി ആയതുകൊണ്ട് നല്ല മൈലേജുള്ളൊരു മോഡലാണ്. ഒരു 66 കിലോമീറ്റർ മൈലേജ് നമുക്ക് ഈ വണ്ടിയിൽ. 66 കിലോമീറ്റർ മൈലേജ് ഉണ്ടോ? ആഹാ, അപ്പോൾ അടിപൊളി വണ്ടിയാണല്ലോ. പവർ ഫ്യൂച്ചർ ടോർക്ക് എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുവരും ഈ വണ്ടി. നല്ല മൈലേജുള്ള വണ്ടി കേട്ടോ. ആർക്കെങ്കിലും എടുക്കണമെങ്കിൽ അടിപൊളിയായിട്ട് എടുക്കാം. മൈലേജ് നോക്കുന്നവർക്ക് എടുക്കാം. കാണാനും ഭംഗിയുണ്ടല്ലേ വണ്ടി, നല്ല വണ്ടിയാണ്. സ്പോർട്ടി ലുക്ക് വരുന്ന 125cc സ്പോർട്ടി ലുക്ക് വരുന്ന ഏതൊരു വണ്ടിയാണ് എക്സ്ട്രീം 125. അതെ അതെ, നമുക്ക് ഡുവൽ ഓൾ LED ആണ്. ഹെഡ്ലൈറ്റ് ഡൈലൈറ്റ് ഇൻഡിക്കേറ്റർ എല്ലാം LED വന്നിട്ടുണ്ട്. ABS ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, ഫുള്ളി ഡിജിറ്റൽ എല്ലാ ഫീച്ചേഴ്സും. പഴയ എക്സ്പ്രസ് ഇപ്പോൾ വില കൂടിയോ? ഇല്ല, നമുക്കൊരു 190 റേഞ്ച് ഓൺ റോഡില്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നിരവധി വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പട്ടാമ്പിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ വേഗം ഡെലിവറി വേഗം നടക്കും. അടിപൊളി വണ്ടികൾ ഇവിടെ ഉണ്ട്, സെലക്ഷൻ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി അത് അവിടെ ചിരിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട്, പോകാൻ തയ്യാറായിട്ട്. മാർവിക് അടിപൊളി വണ്ടി കേട്ടോ. മാർവിക് നല്ല ഷേപ്പ്, അടിപൊളി ഷേപ്പാണ് കാണാൻ. ഫ്രണ്ടിനൊക്കെ നോക്കി നോക്കും, നല്ല ലുക്കുണ്ട് വണ്ടി. എടാ അത് ഏത് വണ്ടിയുടെ ലുക്കാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ? ഡുക്കാട്ടിയതല്ലേ? ഡുക്കാട്ടി ഡെവിളിൻ്റെ ലുക്കാണല്ലേ? ഹെഡ്ലൈറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ അടിപൊളിയായിട്ടുണ്ടോ? അടിപൊളി സാധനമാണ്. റേഡിയേറ്റർ ഓയിൽ കൂളറാണ്. ഇത്ര വലുപ്പത്തിലെ ചെറിയൊരു സാധനം. മെറ്റൽ ബോഡി കേട്ടോ, മെറ്റൽ ബോഡിയാണേ. അടിപൊളി, നല്ല സ്ട്രോങ് ബോഡിയാണ് മെറ്റൽ ബോഡി. ഇതിന് വണ്ടി നല്ല സൈസ് ഉണ്ട് കാണാൻ. ഇതെത്ര CC വണ്ടി? 440cc വണ്ടി. മൈലേജ് എന്ന് പറഞ്ഞേ? 35 മൈലേജ് കൺഫേം ആണ്. 440cc അടിപൊളി ലുക്ക് വണ്ടിയുണ്ടോ? വേറെ വണ്ടി കേട്ടോ. ബുക്കാട്ടി കോപ്പി അടിച്ചാണ് ബുക്കാട്ടിനെ. ബുക്കാട്ടി അല്ലേ, എന്താ പറയുക, ഡുക്കാട്ടിയുടെ കോപ്പിയാണെന്ന് പറയാം വണ്ടി. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഇനി അവനെ എടുക്കുക, ഒരൊറ്റ പോക്ക് ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഹീറോൻ്റെ വണ്ടി എടുക്കണമെങ്കിൽ അടുത്തുള്ളവർക്ക് പട്ടാമ്പി വരെ വരാം. അടിപൊളി വണ്ടികൾ ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ. നിർത്ത് നമ്മുടെ ചെക്കൻ കയറിയിരിക്കുക കേട്ടോ. അത്യാവശ്യം ഹൈറ്റുള്ളവനാ. കാല് നോക്കട്ടെ അവൻ്റെ, ഉണ്ടോ? ഫ്ലാറ്റ് ഫുട്ടില്ല. എനിക്കും ഇതേ വരെ തന്നെ, എത്ര തന്നെ കിട്ടുള്ളൂ എനിക്കും. നല്ല ലുക്കില്ലേ ചെക്കന്? ഞാൻ കോഴിക്കോട് പോകുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഈ വണ്ടി നോക്കിയുള്ളൂ. 5 മിനിറ്റ് നോക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ കണ്ട് എൻ്റെ നമ്പർ കൊടുത്ത് പോയതാണ്. ബാക്കിയെല്ലാം ഫോണിലൂടെ ആയിരുന്നു. നമ്മുടെ ഷംസുക്കയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കിയത്. പിന്നെ ഞാൻ വരുന്നത് ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഷോറൂമിലേക്ക് ഞാൻ വരുന്നത്.
അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് കമ്പനി ഒരു ഹെൽമെറ്റ് തന്നിട്ടുണ്ട്, ഒരു പച്ച കളർ, നന്നായിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റ്. അങ്ങനെ നമ്മുടെ പുതിയ ഡക്കാറുമായിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുകയാണ്. പുതിയ യാത്രകൾക്കായി ഒരു വണ്ടി എന്നൊരു മോഹത്തോടു കൂടി എടുത്തതാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കിത് യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് ഞാൻ മേടിച്ചാന്ന്. അങ്ങനെ ഒരിക്കലും അല്ല. കാരണം ഇതുവരെ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും വന്നിട്ടില്ല. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് അതിനെ സേവ് ചെയ്തിട്ട് അങ്ങനെ ഒരു വണ്ടി മേടിച്ചാണ്. ബൈക്ക് മേടിക്കണമെന്ന് ആഗ്രഹം ആദ്യം ഉണ്ടായിരുന്നു. എൻഫീൽഡൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ എല്ലാം ഒഴിവാക്കിയതാണ്. പിന്നെ ഇപ്പോൾ യാത്രകൾക്ക് കുറച്ചും കൂടിയും ബൈക്ക് നന്നാവും എന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു വാഹനം എടുത്തത്. ഞാൻ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഷോറൂമിൽ ചെന്നത് 2 മിനിറ്റ് മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ കണ്ടുപോയതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്ന് നമ്മുടെ ഷംസൊക്കെയാണ്. താങ്ക് യു ബ്രോ, താങ്ക് യു വെരി മച്ച്.